എനിക്ക് ഈ നൂല് വെച്ച് ചെയ്തപ്പോൾ ഇച്ചിരി പാടായിരുന്നു ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറേ നാളിങ്ങനെ മടിച്ചത്, നീട്ടി വെച്ച് വേറെ പ്രോജക്ട്സിലേക്കൊക്കെ മാറി. പിന്നെ ഈ ഒരു നൂല് വന്നപ്പോൾ എനിക്ക് ഉഷാറായി. കാരണം ഈ നൂല് നല്ല സുഖമാണ്. ഇത് ഹെരാൻ കോട്ടനാണ്. പക്ഷെ നല്ലൊരു ടെക്സ്ചറായി നല്ല എൻ്റെ, അതുകൊണ്ടാണ് നോമിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വെള്ളമൊക്കെ കുടിക്കട്ടെ. കഴിഞ്ഞുണ്ട്, പക്ഷെ ഇച്ചിരി കൂടി പോയോ എന്നൊരു ഡൗട്ടായതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് നഴിച്ച് കളയണ്ട. ഇനി ഇന്നൊന്ന് ഇട്ട് നോക്കണം, എന്നിട്ട് വേണം എത്രത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് നോക്കാം. എന്നിട്ട് ലൂസാണെങ്കിൽ വീണ്ടും ഒഴിച്ച് പണിയേണ്ടി വരും. ഇപ്പോൾ കൈയുടെ ഭാഗമാണ് കേട്ടോ. വിട്ടപ്പോൾ കുഴപ്പമില്ല, ഫ്രണ്ട് ഭാഗം കുഴപ്പമില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇച്ചിരി ലൂസ് കാണുന്നത്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു ഡിസൈനൊക്കെ ആക്കി എടുക്കാം. പക്ഷേ വേണ്ട, ഒന്നും കൂടി ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ ആദ്യം ലൂസ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭവം തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ വിചാരിച്ചു ക്ലോസ് ഫിറ്റ് മതിയെന്ന്. അപ്പോൾ ഇത്രയും കൂടി അഴിച്ചഴിച്ചഴിച്ചഴിച്ച് അവസാനം എന്തേ കൊളാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. നോക്കിയത് ഒരു ബേൺ ഔട്ടിൻ്റെ തുടക്കം തന്നെ പറയാം. ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പം എനിക്കിപ്പോൾ പറയാനുള്ളൊരു അവസ്ഥയാണ്. ബേൺ ഔട്ടിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പം ഞാനൊരു രാവിലെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു ഉച്ചയായപ്പോഴത്തേനും അത് കഴിഞ്ഞു. പിന്നെ അതിന് മിനുക്ക് പണികളാണ് ഉണ്ടായിരുന്നല്ലോ. ഇത് അഴിക്കുകയും വേണം, ഇത് ചെയ്യുകയും വേണം. അങ്ങനെ അഴിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സോസ്റ്റഡ് ആയി. അപ്പോൾ അത് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കണതിന് പകരം ഞാൻ അപ്പം തന്നെ ചെയ്യണം. അങ്ങനെ കാരണമുണ്ട്. ഞാനങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു ക്രോഷേ ടോപ്പ് അല്ലായിരുന്നു അത്. അതുകൊണ്ടാണ് അത് മാറ്റി വയ്ക്കാനുണ്ടായിരുന്ന കാരണം. ഇത് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ പ്ലാനൊന്ന് മാറ്റി പിടിച്ചതാണ് ഉണ്ടായത്. അതായത് ലൂസ് ഫിറ്റായിട്ട് ഇരുന്നോട്ടെ, ബാക്കിൽ കുറച്ചൊരു ലൂസായിട്ട് ഇരുന്നോളും, എങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ വെക്കാമെന്നുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ടോപ്പ് ഫിറ്റായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വേറൊരു പരീക്ഷണമായിട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ആയിരുന്നു എൻ്റെ ഒരു എന്താ പറയുക മനസ്സിലിത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ. പിന്നെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയെങ്കിലും ഇതൊന്ന് ബെറ്റർ ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അഴിച്ചു പണിക്ക് നിന്നത്. അത് തീർക്കാനും പറ്റിയില്ല, അത് അഴിച്ച് തീർന്നിട്ടുമില്ല. എപ്പോഴും അതിൻ്റെ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ക്രോഷേ എന്ന് പറഞ്ഞാൽ ഹോബിയാണ്. അപ്പോൾ എനിക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യണത് ശരിയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഫില്ലറ്റ് ക്രോഷേൻ്റെ ഒരു ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിയാറായി. പിന്നെ വേറെ 1-2 ടോപ്സും കൂടി ചെയ്യണമെന്നുണ്ട്, ടോപ്സായിട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം എടുക്കുക. അങ്ങനെ ബേൺ ഔട്ടിൻ്റെ ടൈമിൽ നമ്മൾ അധികം ഫോഴ്സ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അധികം ഫോഴ്സ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത്. നമുക്ക് ടൈം കൊടുക്കുക, നമ്മളൊന്ന് കൂൾ ഡൗൺ ആവട്ടെ. മേ ബി നമ്മളുടെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരിക്കും. നമുക്ക് പല കാരണങ്ങളുണ്ടാവും അല്ലേ. എനിക്ക് ഒരു ജോബ് ഉണ്ട്, അതിൽ നിന്നും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടും എനിക്കെന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാനും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറ്റുന്നത് ക്രോഷേയിലൂടെയാണല്ലോ. ബേൺ ഔട്ടിന് പല കാരണങ്ങളുണ്ടാവും. നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാനും പറ്റില്ല. അപ്പോൾ ടൈം എടുക്കുക. ദെൻ നമ്മളത് പൂർണ്ണമായിട്ട് ക്വിറ്റ് ചെയ്യണമെന്നൊന്നും ആരും പറയണില്ലല്ലോ. നമുക്കൊരു ബ്രേക്ക് വേണം, ബ്രേക്ക് എടുക്കുക. ദെൻ വെൻ യു ആർ റെഡി ടു കണ്ടിന്യൂ ചെയ്യുക. ഒരു ഹോബി ആയിട്ടാണ് നിങ്ങൾ ക്രോഷേയിങ്ങിനെ കാണുന്നതെങ്കിൽ നിങ്ങളത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടാക്കിയിട്ടും ബേൺ ഔട്ട് വന്നിട്ടും ഭയങ്കരമായിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട. അത്
നമ്മൾ ക്രോഷിങ്ങിനോടുള്ളൊരു താല്പര്യം പോവാതെ നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മളിത് ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് പറ്റുള്ളൂ. അപ്പം അതാണ്. അപ്പോൾ ഈ ഒരു ബേൺ ഔട്ടിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗേറ്റ്സ് വാച്ച് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പഠിക്കുകയായിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ T20 വേൾഡ് കപ്പ് നടക്കാണല്ലോ, അതും കണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. Hope's technique is one of those where he wouldn't find Bumrah as difficult when it's not swinging. So he's a good... ഇത് കണ്ട, ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ റെഡിയാണ്. ഹാപ്പി ക്രോഷിങ് ആണ്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ചെയ്യണതിൻ്റെ സംഭവമൊന്നുമില്ല അല്ലേ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ ഹാപ്പി ക്രോഷിങ് ആയിക്കോട്ടെ. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ക്രോഷി ചെയ്യണമെന്ന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ഭ്രാന്ത് പിടിച്ചിരിക്കും, എന്തൊട്ട് ഈ സംഭവം ഇതെങ്ങനെ ഇത് ചെയ്യണേ, ഇന്ന സ്റ്റിച്ച് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഈ ഒരു ഗാർമെൻറ്റ് അല്ലേ, നമ്മളൊരു ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ പോലും മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നാം. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ജേർണി.